നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ 6 പ്രതികളും നടിയെ ആക്രമിച്ച കേസിൽ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയപ്പോൾ നിർണായകമായ എന്തൊക്കെ സാഹചര്യങ്ങളായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഒന്നാം പ്രതി പൾസർ സുനിക്ക് ഇതിലുള്ള പങ്കാളിത്തം വ്യക്തമാകുന്നുണ്ട്. പൾസർ സുനി നേരത്തെയും ഇത്തരത്തിലുള്ള ചില ക്രിമിനൽ സ്വഭാവങ്ങൾ അല്ലെങ്കിൽ അക്രമവാസനകൾ കാട്ടിയിട്ടുണ്ട് എന്നുള്ളതും പ്രോസിക്യൂഷൻ വാദിക്കുകയുണ്ടായി. ഇതിൽ മറ്റ് പ്രതികളിൽ ചിലർ ആദ്യമായിട്ടാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നത് എന്നൊക്കെയുള്ളതാണ് പ്രതിഭാഗം വാദിച്ചത്. പക്ഷേ ഈ വാദത്തിൽ മേലൊക്കെ കോടതി എന്ത് നിരീക്ഷണമാണ് നടത്തിയത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? കോടതി ആദ്യം ചേർന്നപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ജഡ്ജ് ഹണി എം വർഗീസിന്റെ ഭാഗത്തു നിന്ന് ചില പരാമർശങ്ങളൊക്കെ ഉണ്ടാകുകയുണ്ടായല്ലോ. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നിഷയ്ക്ക് ലഭ്യമാകുന്നുണ്ടോ? രോഹിണി, ഈ കേസിൽ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, ക്രിമിനൽ ഗൂഢാലോചന, ഒപ്പം തന്നെ സ്ത്രീത്വത്തെ അപമാനിക്കൽ, അന്യായമായ തടങ്കൽ, ബലപ്രയോഗം, IT ആക്ട് 66E, 67A, ഇതിൽ നടിയുടെ ചിത്രങ്ങൾ എടുക്കൽ, പ്രചരിപ്പിക്കൽ, ഈ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ തെളിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഓരോ പ്രതികളും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളാണ്. അതായത് 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കാളികളാണ്. ഇതിൽ സംശയമൊന്നുമില്ല എന്ന് കോടതി ആദ്യം തന്നെ പറഞ്ഞിരുന്നു. ഇതിൽ 7 മുതൽ 10 വരെയുള്ള പ്രതികളുടെ പങ്ക് അല്ലെങ്കിൽ ഇവർ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തതിൻ്റെ തെളിവുകളൊന്നും തന്നെ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ കുറ്റവിമുക്തരാക്കിയത്. എന്തായാലും ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികളിൽ ഒന്നാം പ്രതിയായ പൾസർ സുനിയാണ് നടിയെ പീഡിപ്പിച്ചതും ഒപ്പം തന്നെ ഈ ദൃശ്യങ്ങൾ എടുത്തതുമെന്ന് തന്നെ പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിരുന്നു. ഇതിന് കൃത്യമായ തെളിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ 1ഉം 2ഉം പ്രതികൾ IT ആക്ട് പ്രകാരവും അവർക്ക് IT ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളും ഈ 1, 2 പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ഓരോ പ്രതികളുടെയും അഭിഭാഷകർ തങ്ങളുടെ കക്ഷികൾക്ക് വേണ്ടി വാദങ്ങൾ ഉന്നയിക്കുമ്പോൾ ഇവർ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവർ അല്ല എന്ന രീതിയിലുള്ള വാദങ്ങളാണ് കോടതിയിൽ ഉന്നയിച്ചത്. കാരണം ഈ പ്രതികൾ പല ജോലികൾ ചെയ്യുന്ന ആളാണ്. ഇതിൽ 6ാം പ്രതിയായ പ്രദീപ് എന്ന് പറയുന്നയാൾ ഒരു ബസ് കണ്ടക്ടറാണ്. ഇയാൾ യാദൃശ്ചികമായി ഈ വാഹനത്തിൽ കയറിയ ആളാണ് എന്നൊക്കെ പ്രതിഭാഗം അഭിഭാഷകൻ വാദിക്കുമ്പോഴും കൃത്യമായി തന്നെ കോടതി പറയുന്നുണ്ട്, 1ാം പ്രതിയായ പൾസർ സുനിക്ക് ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികളുടെ സഹായമില്ലാതെ ഒരിക്കലും ഒരു ആളെ ഇത്രയും ക്രൂരമായി പീഡിപ്പിക്കാനോ ഒപ്പം തന്നെ ചിത്രങ്ങൾ എടുക്കാനോ ഒന്നും കഴിയില്ല. നമുക്കറിയാം, ഏതാണ്ട് 2.25 മണിക്കൂറോളമാണ് ഈ പെൺകുട്ടി ഈ കൊച്ചി തൃശ്ശൂരിൽ നിന്ന് പുറപ്പെടുന്ന ആ സമയം തൊട്ട് കൊച്ചി നെടുമ്പാശ്ശേരിയിൽ വെച്ചാണ് ഈ പ്രതികൾ വാഹനത്തിൽ കയറുന്നതും ഒപ്പം തന്നെ നെടുമ്പാശ്ശേരിയിൽ നിന്നും കാക്കനാട് വരെയുള്ള ദൂരം, അത്രയും സമയം ഈ പെൺകുട്ടി പീഡനത്തിനിരയായി. അതാണ് ആ ഒരു കേസിൽ കൃത്യമായി തന്നെ ആ മെമ്മറി കാർഡ് അടക്കമുള്ളവ തെളിവാണ്. ഒരു രീതിയിലും തെളിയിക്കാൻ കഴിയാത്തൊരു കുറ്റകൃത്യമാകുന്നില്ല. അത് ഈ പ്രോസിക്യൂഷൻ ഈ വാദങ്ങളൊക്കെ കോടതിയിൽ ഉന്നയിച്ചപ്പോൾ തന്നെ കൃത്യമായി ഈ ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു തെളിവെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഈ മെമ്മറി കാർഡ് അങ്കമാലിയിലെ ഒരു അഭിഭാഷകൻ്റെ കയ്യിൽ പൾസർ സുനിയും കൂട്ടാളികൾ നൽകി പോകുന്നതും തങ്ങൾക്കെതിരെ ഒരു വക്കാലത്ത് വരാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പോലും ഈ അഭിഭാഷകന് ഇത് എന്താണ് കേസെന്നൊന്നും അറിയില്ല. പക്ഷേ പിന്നീട് ഇത്തരത്തിൽ നടി ആക്രമിക്കപ്പെട്ടതും ഈ പൾസർ സുനിയും കൂട്ടാളികളുമാണ് പ്രതികൾ ഈ രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്ത് വന്നപ്പോഴാണ് ഈ തന്നെ കാണാൻ വന്നത് പൾസർ സുനിയും കൂട്ടാളികളുമാണ്, ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരുമാണെന്നൊക്കെ ഈ അഭിഭാഷകന് മനസ്സിലാവുന്നതും ഒപ്പം ഈ കേസിൽ താൻ പ്രതി ചേർക്കപ്പെടുമോ എന്ന് പേടിച്ച് ആ അഭിഭാഷകൻ ഈ പൾസർ സുനി ഏൽപ്പിച്ച പൊതി കൊണ്ട് അങ്കമാലി കോടതിയിൽ നൽകുന്നതും പിന്നീട് അതിൽ നിന്നാണ് ഈ പൾസർ സുനിയുടെ പേഴ്സ് കണ്ടെടുത്തുന്നതും അതിൽ നിന്ന് മെമ്മറി കാർഡ്, ഈ കുറ്റകൃത്യത്തിലെ ഒരു പ്രധാന വഴിത്തിരിവായ മെമ്മറി കാർഡ് അടക്കം കണ്ടെടുക്കുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഗൂഢാലോചന നടത്തിയെന്നും ഈ നടി പീഡിപ്പിക്കപ്പെട്ടു എന്നും പൾസർ സുനിയാണതിൽ മുഖ്യപ്രതിയെന്നും ഒക്കെ തെളിയിക്കാനായി മറ്റൊരു തെളിവും പ്രോസിക്യൂഷന് വേണ്ടി വന്നില്ല. ഈ മെമ്മറി കാർഡ് തന്നെയാണ് ഈ ഒരു കേസിൽ നിർണായകമായ ഒരു വഴിത്തിരിവായത്. എന്തായാലും ഇത്രയും കാലത്തെ വിചാരണ നടപടികൾ, ഈ വിചാരണ കോടതിയിൽ ഈ കേസ് വരുന്ന സമയത്ത് തന്നെ ഈ നടി ഹൈക്കോടതിയിലും ഒപ്പം തന്നെ സുപ്രീം കോടതിയിലുമൊക്കെ നീതിക്കായി പോയിരുന്നു. കാരണം ഈ കേസിൽ ഓരോ പ്രതികളായി കൂറുമാറുന്നു. ഈ നടിയുടെ ഒപ്പം ഈ സിനിമാ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ആളുകളും ഒപ്പം തന്നെ പ്രതിയാക്കപ്പെട്ട ആളുടെ ഒപ്പം പ്രവർത്തിച്ചിരുന്ന ആളുകളും സിനിമാ സംവിധായകരും അടക്കമുള്ള ആളുകൾ ഈ കേസിൽ സാക്ഷികളായി ഉണ്ടായിരുന്നു. ഈ സാക്ഷികൾ പലരും കൂറുമാറിയപ്പോഴും ഒപ്പം തന്നെ പ്രോസിക്യൂട്ടർമാർ ഈ കേസ് ഒഴിഞ്ഞപ്പോൾ ആ സമയത്തൊക്കെ തന്നെ ഈ കേസ് ഒരുപാട് കാലം മുന്നോട്ട് നീങ്ങി. ഈ കേസിൻ്റെ വിസ്താരം എന്നൊക്കെ പറയുമ്പോഴേക്കും അത് ഏതാണ്ട് ഇത്രയും കാലം 8.5 വർഷത്തോളം നീണ്ട നടപടിക്രമങ്ങളിലേക്കൊക്കെ പോയി. അതിനിടയിൽ കോവിഡ് വന്നു. അങ്ങനെ പല കാര്യങ്ങളുണ്ടായി ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട്. എന്തായാലും ഈ 8.25 വർഷത്തെ
അവസാനത്തോടടുക്കുമ്പോൾ ഈ കേസിൽ ഒരു വിധി വരുമ്പോൾ അത് ഇത്രയും വലിയൊരു ക്രൂരകൃത്യത്തിന് അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ക്രൂരമായ ഒരു കുറ്റത്തിന് നൽകുന്ന ശിക്ഷ ഇനി ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാനുള്ള ഒരു കാരണമായി തീരണം. ഈ കാര്യമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും കോടതിയിൽ പറഞ്ഞത്. ഇന്നിപ്പോൾ ആ ഒരു ആവശ്യം പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. മാതൃകാപരമായ ഒരു ശിക്ഷയായിരിക്കണം ഈ കേസിലെ പ്രതികൾക്കെല്ലാം നൽകുന്നത്. ഒന്നാം പ്രതിക്ക് നൽകുന്ന ശിക്ഷ എന്താണോ അത് തന്നെ മറ്റു പ്രതികൾക്കും ആ ഒരു ശിക്ഷയ്ക്ക് മറ്റു പ്രതികളും അർഹരാണ്. പക്ഷേ അവർ ചെയ്ത ഓരോ കുറ്റകൃത്യത്തിനും ആരൊക്കെ എന്തൊക്കെ കുറ്റങ്ങളാണ് ചെയ്തത്, അല്ലെങ്കിൽ പൾസർ സുനിക്ക് ഇവർ ഓരോരുത്തരും 2 മുതൽ 6 വരെയുള്ള പ്രതികൾ പൾസർ സുനിക്ക് ഏത് രീതിയിലുള്ള സഹായമാണ് ഈ കുറ്റകൃത്യം ചെയ്യാനായി നൽകിയത്, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ പരിശോധിച്ച് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടവർക്ക് മാതൃകാപരമായ ഒരു ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും നിയമവിദഗ്ധർ നൽകുന്ന ഒരു സൂചന അനുസരിച്ച് പൾസർ സുനിക്ക് 20 വർഷം തടവും ഇരട്ട ജീവപര്യന്തവുമൊക്കെ ലഭിക്കാവുന്നൊരു ശിക്ഷയാണ് ആയിരിക്കും കോടതിയിൽ നിന്നുണ്ടാകുക. എന്തായാലും കോടതിയുടെ മുന്നിലിരിക്കുന്ന കാര്യമാണ്, അതിൽ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ കഴിയില്ല. എന്തായാലും മാതൃകാപരമായ ഒരു ശിക്ഷ തന്നെ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒപ്പം ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് എന്ത് ശിക്ഷ, പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്നാണ് ഈ പ്രതിഭാഗം അഭിഭാഷകർ എല്ലാവരും തന്നെ കോടതിയിൽ വാദിച്ചത്. 3-ാം പ്രതിയുടെ അഭിഭാഷകൻ ഓൺലൈനായാണ് പ്രതിക്ക് വേണ്ടി ഹാജരായത്. എന്തായാലും പരമാവധി ശിക്ഷ ഇളവ് തങ്ങളുടെ പ്രതികൾക്ക് നൽകണം. ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഇളവ് നൽകണമെന്നാണ് പ്രതിഭാഗം വാദിച്ചത്. അപ്പം ഈ കേസിൽ ഈ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ഇന്ന് കോടതിയിലെ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ശിക്ഷയിന്മേലുള്ള വാദം തുടങ്ങുന്ന ആ ഒരു സമയത്ത് തന്നെ പ്രതികൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. എല്ലാ പ്രതികളും തങ്ങളുടെ വീട്ടിലെ അവസ്ഥയെക്കുറിച്ചാണ് പ്രധാനമായും പറഞ്ഞത്. ഈ പ്രോസിക്യൂഷൻ ഉന്നയിച്ച വാദങ്ങൾ ഒക്കെ കോടതി കേട്ടു. അതിനുശേഷം പ്രതികൾ തങ്ങളുടെ ഭാഗം പറഞ്ഞപ്പോൾ തങ്ങളുടെ വീട്ടിലെ സാഹചര്യങ്ങളാണ് പ്രധാനമായും പറഞ്ഞത്. ഈ വീട്ടിലെ ഒരു സാമ്പത്തിക സാഹചര്യം, ഒപ്പം തന്നെ തങ്ങളുടെ പശ്ചാത്തലം പരിഗണിക്കണം. ഇതിനു മുമ്പ് ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെടാത്തയാളാണ് 2-ാം പ്രതിയായ മാർട്ടിൻ. ഈ മാർട്ടിൻ നടിയുടെ വാഹനത്തിൻ്റെ ഡ്രൈവറാണ്. മാർട്ടിനാണ് നടിയെ തൃശ്ശൂരിലെ വീട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നതും. മാർട്ടിൻ കുറ്റകൃത്യം കൃത്യമായി ആസൂത്രണം ചെയ്ത ഈ നടിയുമായി തൃശ്ശൂരിൽ നിന്ന് വരുന്ന സമയത്ത് തന്നെ മാർട്ടിൻ ഈ ഡ്രൈവ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ തൻ്റെ ഫോണിലായിരുന്നു കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നടി തന്നെ മൊഴി നൽകിയിട്ടുണ്ട്. നടി ചോദിച്ചു, വാഹനം ഓടിക്കുന്നതിനേക്കാളും ശ്രദ്ധ ഈ ഫോണിലാണല്ലോ കൊടുക്കുന്നത്, കുറച്ച് സ്പീഡിൽ പോയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ പതുക്കെ പോയാൽ മതിയെന്ന് മാഡം തന്നെ പറഞ്ഞിട്ടല്ലേ പതുക്കെ പോകുന്നത്, അതുകൊണ്ടാണ് എന്നാണ് മാർട്ടിൻ പറഞ്ഞത്. എന്തായാലും കൃത്യമായി തന്നെ നടി വീട്ടിൽ നിന്നും പുറപ്പെട്ട കാര്യവും ഇപ്പോൾ തങ്ങൾ എവിടെ എത്തി കൃത്യമായി അതിൻ്റെ ലൊക്കേഷൻ സഹിതം ഈ നടിയുടെ ഡ്രൈവറും ഈ കേസിലെ 2-ാം പ്രതിയുമായ മാർട്ടിൻ മറ്റ് പ്രതികൾക്ക്, പൾസർ സുനി അടക്കമുള്ള പ്രതികൾക്ക് അയച്ചു നൽകി. കുറ്റകൃത്യങ്ങളിൽ നേരിട്ട് തന്നെ പങ്കാളിയായ ഒരാളാണ് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. എന്തായാലും ഈ 2 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് നൽകേണ്ട ശിക്ഷ മാതൃകാപരമായിരിക്കണം എന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ ഒരു ശിക്ഷ എന്താണ് എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു വ്യക്തത വരും. ഒപ്പം തന്നെ ഈ കുറ്റകൃത്യത്തിൽ 8-ാം പ്രതി ദിലീപ് പങ്കാളി അല്ലെങ്കിൽ പിന്നീട് പൾസർ സുനി എന്തിനു വേണ്ടി ഈ കുറ്റം ചെയ്തു, ആർക്ക് വേണ്ടി ചെയ്തു, എന്താണ് പൾസർ സുനിയുടെ ഒരു ഉദ്ദേശം, ഈ കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ വിധിന്യായത്തിൽ അടക്കമുണ്ടാകും. വിധിന്യായം പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ ഒരു ആക്രമണത്തിന് കാരണം, എന്താണ് ഓരോ പ്രതികളും ഏതൊക്കെ തരത്തിലാണ് ഈ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ നമുക്കൊരു വ്യക്തത വരും. എപ്പോൾ വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ജഡ്ജി ചേംബറിലേക്ക് കയറാം.